ഹായ് ഓൾ, 2025 ബോർഡ് എക്സാമിലെ പ്രിപ്പറേഷൻസ് അടിപൊളിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിസിക്സിൽ മുഴുവൻ മാർക്ക് നമുക്ക് നേടിയെടുക്കണം. അതിനായിട്ട് നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് എത്രയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഫിസിക്സിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററിലും നോക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് ഓരോ സെക്ഷനിലും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലും എത്രത്തോളം മാർക്ക് വരുന്നതാണ്. ഓരോ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കോൺസെപ്റ്റ് ആണോ? അല്ല, നമ്മളുള്ള ചാപ്റ്റേഴ്സിനെ ഓരോ യൂണിറ്റായിട്ട് ഓരോ സെക്ഷൻസ് ആയിട്ട് തിരിക്കുക. ആദ്യത്തെ സെക്ഷൻ്റെ പേര് നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കാം. ഇലക്ട്രിസിറ്റിയിൽ 3 ചാപ്റ്റേഴ്സ് ആണ്. ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ദെൻ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റർ, ആൻഡ് തേർഡ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി. ഈ 3 ചാപ്റ്ററിനും CBSE സിലബസ് അനുസരിച്ച് 16 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരേണ്ടത്. ഈ ലാസ്റ്റ് വർഷം 2024 പബ്ലിക് എക്സാം പരിശോധിച്ചാൽ 22 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ 3 ചാപ്റ്ററിന് വന്നിട്ടുണ്ട്. 22 കൂടുതലായി എന്ന് വിചാരിക്കേണ്ട, അത് ഓപ്ഷൻസ് കൂടെ തന്നിട്ടാണ് 22 മാർക്കായത്. ആൻഡ് രണ്ടാമത്തെ സെക്ഷനെ നമുക്ക് വിളിക്കാം മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിക്സിൻ്റെ എഫക്ട്സ് ഓഫ് മാഗ്നറ്റ്സ്. 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, മാഗ്നറ്റ്സ് ആൻഡ് മാറ്റർ, ദെൻ എഫക്ട്സ് ഓഫ് മാഗ്നറ്റ്സിലെ 2 ചാപ്റ്ററുകൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും കറണ്ട് ഇലക്ട്രിസിറ്റി. ഈ 4 ചാപ്റ്ററിന് കൂടെ CBSE സിലബസ് അനുസരിച്ച് 17 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ചായിരുന്നു, 12 മാർക്കിനാണ് ഈ 4 ചാപ്റ്ററിനും വന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു പാറ്റേൺ എന്തായാലും CBSE ഫോളോ ചെയ്യും. ചെറിയ വേരിയേഷൻസ് സാധ്യതയുണ്ട്. അടുത്ത സെക്ഷൻ നമ്മുടെ മനോഹരമായിട്ടുള്ള ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ദെൻ റേ ഒപ്റ്റിക്സ് ഉണ്ട്, വേവ് ഒപ്റ്റിക്സ് ഉണ്ട്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സെക്ഷൻ ഇതായിരിക്കും. നമ്മുടെ സിലബസ് അനുസരിച്ച് 18 മാർക്കിനാണ് ഈ സെക്ഷനിൽ ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് 2024 പരീക്ഷയ്ക്ക് 23 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഓപ്ഷൻ അടക്കം വന്നത്. സോ കൃത്യമായി പഠിച്ചു മുന്നേറുന്ന ഒരു ഭാഗം തന്നെയാണ് ഒപ്റ്റിക്സ്. അടുത്ത സെക്ഷൻ നമുക്ക് മോഡേൺ ഫിസിക്സ് എന്ന് വിളിക്കാം. മോഡേൺ ഫിസിക്സിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആദ്യത്തെ ചാപ്റ്ററാണ് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, ദെൻ ആറ്റം, ഫൈനലി ന്യൂക്ലിയർ. ഈ 3 ചാപ്റ്ററിന് കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 12 മാർക്കിനാണ്. കൃത്യം 12 മാർക്ക് തന്നെയാണ് 2024 ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നത്. ആൻഡ് ഫൈനലി ഒരു ചാപ്റ്ററാണ് ബാക്കിയുള്ളത്. ആ ചാപ്റ്റർ നമുക്ക് അതുപോലെ തന്നെ വെക്കാം. അതിൻ്റെ പേര് നമുക്ക് സെമി കണ്ടക്ടർ ആൻഡ് ഇലക്ട്രോണിക്സ് തന്നെ വിളിക്കാം. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്റർ പ്രതീക്ഷിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് 7 മാർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ തന്നെയാണ്. സോ മക്കളെ, മുഴുവൻ മാർക്ക് നേടിയെടുക്കാനുള്ള എല്ലാ കണ്ടൻസും ഡെയിലി ലൈവ് ക്ലാസ്സുകളായും റെക്കോർഡ് ക്ലാസ്സുകളായും PYQ ഡിസ്കഷൻസ് ആയിട്ടും എക്സാംസ് ആയിട്ടും നമ്മുടെ അഗ്നി ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയും അഡ്മിഷൻ എടുക്കാത്ത ആളുകൾ ഉടൻ തന്നെ നിങ്ങൾ അഡ്മിഷൻ ഉറപ്പാക്കുക. നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. മുഴുവൻ മാർക്ക് നമുക്ക് നേടിയെടുക്കാം.